മൗനമായി പ്രാർത്ഥിക്കുക. ആവശ്യങ്ങൾക്ക് വേണ്ടി ഉടമ്പടിയുടെ നിയോഗങ്ങൾ കർത്തൃദിവസത്തിന് സമർപ്പിക്കുക. അടിയന്തര ആവശ്യങ്ങളെ പ്രത്യേകിച്ച് സമർപ്പിക്കുക. ആ വിഷയത്തിന് ദൈവിക തീരുമാനം ഉണ്ടാകും. അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഓൺലൈനിലുള്ളവരും പ്രാർത്ഥിക്കുക. കർത്താവേ, സാമ്പത്തിക ബാധ്യതകൾ, തൊഴിൽ തകർച്ചകൾ, ഓരോ പത്രങ്ങൾ, പേപ്പറുകൾ, ഡോക്യുമെന്റുകൾ, പ്രമാണങ്ങൾ, തടസ്സങ്ങളുള്ള വിഷയങ്ങൾ, വ്യക്തികൾ, തടസ്സം ഉണ്ടാക്കുന്ന വ്യക്തികൾ, അവരെല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കണ്ണീരിലാഴ്ത്തുന്ന പിശാചിൻ്റെ ലോകത്തിൻ്റെ ഉപകരണങ്ങളായി പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ വളർച്ചയും ഒരൊടിപ്പിക്കുകയും വാതിലടച്ചുകളയും ചെയ്യുന്ന വ്യക്തികളുടെ കൈകൾ കർത്താവിൻ്റെ നാമത്തിൽ നിർവീര്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന മക്കളില്ലാത്തവരെ, വർഷങ്ങളോളം ഈ കാര്യത്തിൽ മരുന്ന് കഴിക്കുന്നവരെ, മക്കളില്ലാത്തതിൻ്റെ പേരിൽ വൈവാഹ ജീവിതം വെറുത്തുപോയവർ, മടുത്തുപോയവർ, വിശുദ്ധമായ രക്തത്തിൽ ആലേഖനം ചെയ്യപ്പെട്ടുകൊണ്ട് അവരുടെ രക്തത്തിൽ പിറന്ന കുഞ്ഞുമായി ആൾക്കാരെ കയറാൻ മാതാവിൻ്റെ പ്രത്യക്ഷകനെ അവരെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിദേശ രാജ്യങ്ങളിൽ ജീവിക്കുന്നവരെ, വിസ പ്രോസസ് നടക്കുന്നവരെ, വീണ്ടും വിസയ്ക്ക് പുതുക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്നവർ, PR വേണ്ടി കൊടുത്തിരിക്കുന്നവർ, നാട്ടിലെ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർ, കർഷകർ, മത്സ്യത്തൊഴിലാളികൾ, അവരുപയോഗിക്കുന്ന തൊഴിൽപരമായ അവരുടെ തടസ്സങ്ങൾ, മക്കളുടെ ദുർനടപ്പുകൾ, ചീത്ത സ്വഭാവങ്ങൾ, ജീവിത പങ്കാളികളുടെ വഞ്ചനകൾ, അതുമൂലം വേദന അനുഭവിക്കുന്നവർ, അകന്നും പിരിഞ്ഞും താമസിക്കുന്ന ജീവിത പങ്കാളികളെ കർത്താവിന്റെ വിശുദ്ധമായ ഐക്യപ്പെടാൻ വേണ്ടി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ആരാധന, ആരാധന, ഹല്ലേലൂയ, 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 ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഈശോ യൂദാസിനോട് പറഞ്ഞില്ലേ, എന്താണ് നീ ചെയ്യാനുള്ളത് വേഗം ചെയ്യുക, മനുഷ്യപുത്രൻ എഴുതപ്പെട്ടിരിക്കുന്ന പോലെ കടന്നു പോകും. അത് ജീവിതത്തിൻ്റെ ഒരു സമീപനമാണ്. ടേക്ക് ദ ബെഡ് ഓഫ് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ സ്തുതി, ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, 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 യേശുവേ നന്ദി, മഹത്വം, 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 ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മത്തായി 26:24 മനുഷ്യപുത്രൻ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ പോകുന്നു. എന്നാൽ മനുഷ്യപുത്രനെ ആര് ഒറ്റിക്കൊടുക്കുന്നുവോ അവനു ദുരിതം. അപ്പൊ ഇത് ഞാൻ പറഞ്ഞ വചനം വെച്ചാൽ നീ ചെയ്യാനുള്ളത് വേഗം ചെയ്യുക എന്നിട്ടാണ് പറയണത്. അപ്പൊ നമ്മൾക്കെതിരെ ഉപജാപങ്ങൾ, ഇപ്പം നിങ്ങളുടെ വീട്ടിലായാലും നാട്ടിലായാലും നിങ്ങളുടെ സ്ഥലം എടുപ്പിനായാലും കൊടുപ്പിനായാലും നിങ്ങൾക്ക് നമ്പർ കിട്ടുന്നതായാലും വീട്ടു നമ്പർ കിട്ടാനായാലും കിട്ടാതിരിക്കാനായാലും നിങ്ങളുടെ വിസ പുതുക്കാനായാലും പുതുക്കാതിരിക്കാനായാലും എപ്പോഴും ഒരു പ്രതിലോമ ശക്തി ഉണ്ടാകണം. നിങ്ങളെ ബാധിക്കുന്ന വിഷയത്തിന് എപ്പോഴും ഒരു ശത്രുപക്ഷം ഉണ്ടാകണം. ഇനി നമ്മൾ വർക്ക് ചെയ്യുന്ന രണ്ട് തരത്തിൽ നമ്മളിതിനെ വർക്ക് ചെയ്യുക. ഒന്ന്, ഇവരെ നമ്മൾ ലീവ് ചെയ്തിട്ട് മനുഷ്യപുത്രൻ നമ്മളോട് പറഞ്ഞതുപോലെ മനുഷ്യപുത്രൻ എഴുതപ്പെട്ടിരിക്കുന്ന പോലെ ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, 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 യേശുവേ നന്ദി, മഹത്വം. മത്തായി 26:24 മനുഷ്യപുത്രൻ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. മനുഷ്യപുത്രൻ എഴുതപ്പെട്ടിരിക്കുന്ന പോലെ പോകുന്നു. അതായത് അതാണ് നമ്മളെന്താ ചെയ്യണത്, അവൻ പറഞ്ഞതുപോലെ ചെയ്യുന്നു. അപ്പം എഴുതപ്പെട്ടിരിക്കുന്ന വചനം അനുസരിച്ചാണ് നമ്മൾ ജീവിതത്തെ ക്രമീകരിക്കുന്നത്. നമ്മുടെ ഒരു നോമാണതാണ്, നമ്മുടെ നോമതാണ്. പല പല വിഷയങ്ങൾ ഇങ്ങനെ ഉണ്ടാവും. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും എഴുതപ്പെട്ടിരിക്കുന്നതിൽ നമ്മൾ വ്യതിചലിക്കരുത്. ആ ഉടമ്പടിയും നമ്മൾ വ്യതിചലിക്കരുത്. കാര്യം ഉടമ്പടിയിൽ നിന്ന് വ്യതിചലിക്കുമ്പോൾ നിങ്ങൾക്കറിയാമല്ലേ, ദിവസനെ എന്ന് ഈശോ പറഞ്ഞത് എന്താണ്? ആഴ്ചതോറും നിങ്ങളുടെ കുരിശുവെടുത്തിന് വരാനല്ല പറഞ്ഞത്. എന്താ പറഞ്ഞിരിക്കണത്?
ദിവസേന എന്നാണ് പറഞ്ഞത്. എന്നുവെച്ചാൽ ഗ്യാപ്പ് വരാതിരിക്കാനാണ് ദിവസേന എന്ന് പറഞ്ഞത്. ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ ഉള്ള കുഴപ്പം വന്നു കഴിഞ്ഞാൽ ഗ്യാപ്പ് വിശ്വസ്തതയെ ബാധിക്കും. ബൈബിൾ എഴുതി അവസാനിപ്പിക്കുമ്പോൾ കർത്താവ് വിശ്വസ്തതയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. വെളിപാടിന്റെ പുസ്തകം എടുത്ത് 2:10 എടുത്ത് ശ്രുതിയുടെ ഹല്ലേലൂയ. വെളിപാട് 2:10. വെളിപാട് ലാസ്റ്റ് ആണ് ഇവിടെ 2:10. നീ ഉടനെ സഹിക്കാനിരിക്കുന്നവയെ ഭയപ്പെടരുത്. നിങ്ങളിൽ ചിലരെ പിശാച് തടവിലിടാനിരിക്കുന്നു. അത് നിങ്ങൾ പരീക്ഷിക്കപ്പെടുന്നതിനാണ്. 10 ദിവസത്തേക്ക് നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും. മരണം വരെ വിശ്വസ്തനായിരിക്കുക. ജീവന്റെ കിരീടം നിനക്ക് ഞാൻ നൽകും. ഇതെല്ലാം ബൈബിളിലെ ലാസ്റ്റ് അവസാനിക്കാൻ പോവുകയാണ്. അപ്പോൾ അവസാനത്തെ ജഡ്ജ്മെൻറ്റുകളാണ് പറയണത്. എന്താണ് വിശ്വസ്തനായിരിക്കുക എന്ന് പറയുമ്പോൾ എപ്പോഴവരെയാണ്? അതാണ് അപ് ടു ദി ഡെത്ത്, അൺ ടു ഡെത്ത്, ഫിഡേലിറ്റി അൺ ടു ഡെത്ത്. അപ്പോൾ ഈ ഫിഡേലിറ്റി എന്ന് പറഞ്ഞ സംഭവത്തിന് ഗ്യാപ്പില്ല. ഗ്യാപ്പ് ഒരു പ്രശ്നമാണ്. ഉടമ്പടിയുടെ ചില ഉടമ്പടികളൊക്കെ ഉടഞ്ഞു പോണത് ചിന്നുന്നതിൻ്റെ കാരണം ഇതിനകത്ത് ഇടയ്ക്ക് വന്നിരിക്കുന്ന ഗ്യാപ്പുകളാണ്. ചില കാലങ്ങളിൽ നിങ്ങൾക്ക് അപഭ്രംശം ഉണ്ടാവുകയും അവിശ്വസ്തത കാണിക്കുകയും ചെയ്യും ദൈവത്തോട്. അതെപ്പോഴും സംഭവിക്കുന്ന ക്ലേശകാലത്തായിരിക്കും. ചിലർക്ക് വരുന്ന ഒരു അബദ്ധം എന്താണെന്ന് അറിയാവോ? അത് ഈ വിശ്വസ്തതയ്ക്ക് വരുന്ന ഒരു ചിലർക്ക് വരുന്ന അബദ്ധമുണ്ട്. ഉടമ്പടിയിലെ അനുഗ്രഹാനന്തര കാലമില്ലേ? അതായത് നമ്മൾ ഉടമ്പടിയിൽ അനുഗ്രഹം പ്രാപിച്ചു കഴിഞ്ഞ് നമ്മൾ പറഞ്ഞ കാര്യം നടന്നു കഴിഞ്ഞിട്ട് നമ്മളുടെ പിന്നീടുണ്ടാകുന്ന നമ്മുടെ ഇടപാടുകളില്ലേ, അതാണ് വില്ലനായിട്ട് വർക്കൗട്ട് ചെയ്യണത്. അനുഗ്രഹാനന്തര കാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ നേടാനുള്ളതെല്ലാം നേടിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പം തന്നെ അശ്വതിയുടെ കാര്യം എന്താണ്? അശ്വതി എന്നെ കാണാൻ വന്നത് എന്തിനാണ്? അവർക്ക് നഷ്ടപ്പെട്ട കാശ്, ആ കൂട്ടിപ്പോയ ഏജൻസിയിൽ നിന്ന് കയ്യിൽ നിന്ന് പോയ കാശ് തിരിച്ചു പിടിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇവള് പാസ്പോർട്ടിൻ്റെ തന്നപ്പോൾ ഞാൻ കർത്താവിൻ്റെ അടുത്തത് കൊടുത്ത് തിരിച്ചു വന്ന് അശ്വതി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അപ്പം നീ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് നിനക്ക് പോകണ്ടേ എന്നാണ്. അപ്പം ആ ചാപ്റ്റർ അവിടെ ഫയൽ അവൾ സ്വന്തമായിട്ട് ക്ലോസ് ചെയ്തായിരുന്നു. കർത്താവിൻ്റെ കയ്യിൽ അത് ക്ലോസ് ആകാത്ത ഫയലാണ്. അതുകൊണ്ട് അമ്മയുടെ അടുത്ത് ചെന്ന് ഈ വിഷയം ഈ പാസ്പോർട്ട് ഒന്ന് തൊട്ടപ്പം തന്നെ പറഞ്ഞു അവൾ വിചാരിക്കുന്ന സ്ഥലത്തേക്ക് പോകണ്ടേന്ന് ചോദിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, അവൾ വിചാരിക്കുന്ന സ്ഥലത്തേക്ക് നീ വിചാരിക്കുന്ന സ്ഥലത്തേക്ക് നിനക്ക് പോകണ്ടേ? അപ്പോൾ ഉടനെ പറഞ്ഞു പോണച്ചാ, പക്ഷെ ഉള്ള കാശ് കൂടി ഇപ്പം കണ്ടവൻ്റെ കയ്യിലാണ്, അതുപോലെ കിട്ടാൻ മാർഗമില്ല എന്ന് പറയും. വീണ്ടും പാസ്പോർട്ട് കൊണ്ടുവന്ന് മാതാവിൻ്റെ അടുത്ത് വീണ്ടും സമർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ട് കൊടുക്കും. നീ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് കർത്താവ് നിന്നെ കൊണ്ടുപോകുമെന്ന് പറയും. അതാ വിഷയം. നീ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് കർത്താവ് നിന്നെ കൊണ്ടുപോകും. അപ്പം ഇങ്ങനെ അൾത്താറയെന്നൊരു വെർഡിക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് കൊടുക്കണ ആർക്ക് കൊടുക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. നിങ്ങൾ എന്ത് കേൾക്കുന്നുവെന്ന് കർത്താവ് ചോദിച്ചില്ലേ? നിങ്ങൾ എന്ത് കേൾക്കുന്നു? ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതികട ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശുവേ നന്ദി, ശുവേ സ്തുതി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശുവേ ആരാധന, ആരാധന, ആരാധന. ലൂക്കാ 10:26. ലൂക്കാ 10:26. അവൻ ചോദിച്ചു, നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു? നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു? നീ എന്ത് വായിക്കുന്നു? അപ്പൊ ഈ കർത്താവിൻ്റെ വചനത്തിൽ ഉള്ള സംഭവവും ചില ആൾക്കാർ അത് തന്നെ വായിക്കും, ചിലർ അവരുടെ രീതി വേറെ വായിക്കും. അതാണ് വിഷയം. അപ്പം നമ്മൾ കേൾക്കുന്ന വചനവും ഇപ്പം
അവളോട് അക്ഷിതോട് ഞാൻ പറഞ്ഞു, നീ പുകയ്ക്കുന്ന സ്ഥലത്തേക്ക്, ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് നിനക്ക് ഇനി അത് ഫയൽ ക്ലോസ് ആയാലും ഇവിടെ ഫയൽ ഓണാണ്, ഇപ്പോഴും ഓപ്പണാണ്, അതുകൊണ്ട് ആ വിഷയം ഇനി വർക്കൗട്ട് ചെയ്യുമെന്ന് ഈശോ പറഞ്ഞെന്ന് പറയും. അപ്പോൾ അവളത്, പക്ഷെ അത് വിശ്വസിച്ചവൾ, അവത് പൂർണ്ണമായിട്ട് ചിലരോട് പറഞ്ഞാൽ അവർ വിശ്വസിക്കത്തില്ല. അച്ഛനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി എന്തോ പറഞ്ഞാണെന്ന് വിചാരിക്കും. അതാണ് ആൾക്കാരുടെ ലെവൽ, വിശ്വാസ ലെവലിൻ്റെ ഒരു പ്രശ്നം. ചിലർക്ക് റിസെപ്റ്റിബിലിറ്റി കുറവാണ്. അച്ഛനെ കാണാൻ വേണ്ടി വന്ന് നിൽക്കുമ്പോഴും അയ്യോ വണ്ടി പോവില്ല എന്ന് പറഞ്ഞുകൊണ്ട് വാച്ച് നോക്കിക്കൊണ്ടിരിക്കും. അത്രയുള്ള ആൾക്കാർ ദൈവത്തെ ഓർത്ത് കർത്താവിൻ്റെ വിഷയത്തിൽ ഇടപെടും. നിങ്ങൾ ഈ മാവേലി സ്റ്റോറിലല്ല വന്നിരിക്കണത്, അതാണ് പ്രശ്നം. അപ്പം തന്നെ നിങ്ങൾ ഈ വണ്ടി പോകില്ല എന്ന് പറഞ്ഞ് വാച്ചോട്ട് നോക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഫയൽ ക്ലോസ് ആണേ. പിന്നെ ഇവിടെ വന്നിട്ടും കാര്യമില്ല, ചിലടത്ത് വന്നിട്ടും കാര്യമില്ല. ഞാൻ എല്ലാം ചുട്ടിക്കൂട്ടി നിങ്ങളുടെ തലയിൽ തന്നെ ഇട്ടും ആ വണ്ടി വിട്ടേക്കാൻ പറയും. എന്താ കാര്യം? അവർ ദൈവത്തെക്കുറിച്ചല്ല ചിന്തിക്കുന്നത്, എങ്ങനെ എത്രയും വേഗം അവർക്ക് വീട്ടിലെത്താൻ പറ്റുമെന്ന് ചിന്തിക്കുന്നത്. മറിച്ച് അത് എപ്പോഴും നമ്മളെ മറ്റ് വിഷയങ്ങളുടെ സമ്മർദ്ദങ്ങൾ എപ്പോഴും നിങ്ങളെ ബാധിക്കും, ഗുരുതരമായിട്ട് ബാധിക്കും. എപ്പോഴും എനിക്ക് തോന്നുന്നത് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്, ദൈവ തിരുസന്നിധിയിൽ നിങ്ങൾ നിൽക്കുമ്പോഴും വരുമ്പോഴും ഒരു വിഷയം കർത്താവിൻ്റെ കയ്യിലാണ് ഫയലെങ്കിൽ മറ്റ് വിഷയങ്ങളുടെ സമ്മർദ്ദങ്ങൾ ഉണ്ടാകരുത്. കാര്യം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു വിഷയം പ്രോസസ്സിങ്ങിലാണെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾ ദൈവത്തെ പറയണം, എൻ്റെ കൂട്ടുകാരത്തിൽ കൂടി സ്വിറ്റ്സർലൻഡിൽ വന്നാൽ നല്ലതായിരുന്നെന്ന് പറയും. അവൾ വന്നില്ലേ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകത്തുമില്ല. അത് ദൈവത്തെ അറിയാമെങ്കിൽ ഈ ഫയൽ ദൈവം വെട്ടിക്കളയും. അതാണ് വിഷയം. കാര്യം ഈ കൂട്ടുകാരത്തെ അവളുടെ ഇടപാടുകളും ബന്ധമൊക്കെ എത്ര കാലം നിൽക്കുമെന്ന് ദൈവത്തിന് നേരത്തെ അറിയാം. നിനക്ക് ബുദ്ധിയും ബോധവും ഇല്ലാത്തത് കൊണ്ട് നീ ഇപ്പോൾ ഒരു വൈകാരികമായ അടിമയായിട്ട് ജീവിക്കുകയാണ്. ഈ മറ്റുള്ളവരുടെ അടിമയായ ആൾക്കാരെ ദൈവം ആ വിഷയം ടേക്കപ്പ് ചെയ്യത്തില്ല. ഇപ്പം എപ്പോഴും വലിയ പ്രശ്നം ദൈവദൃശ്യന് വരുമ്പോൾ എന്തെങ്കിലും വിഷയത്തിൻ്റെ വ്യക്തികളുടെ അടിമയാണോ നീ എന്ന് ഓർക്കണം. അത് തന്നെയല്ല, അതിനെല്ലാം കൂടി ഈശോ ചോദിക്കുന്ന ഒറ്റ ചോദ്യമുണ്ട്, വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു? എന്തരൂപിയാണ് നിങ്ങളെ നയിക്കുന്നത്? അത് ദൈവാരൂപി തന്നെ ആയിരിക്കണം. അത് ലോകാരൂപിയോ ദുഷ്ടാരൂപിയോ ഒന്നും ആയിരിക്കരുത്. ഇപ്പം ആൻറ്റിയുടെ മകള് സ്വിറ്റ്സർലൻഡിൽ പോയതുകൊണ്ട് നിങ്ങളും കെട്ടിയെടുത്ത് പോകാനാണെങ്കിൽ അത് മത്സരമാണ്, ലോകാരൂപിയാണ്. അവർ വീട്ടിൽ വന്നപ്പോൾ വീണ്ടും എന്നോട് മാതാവിനെക്കുറിച്ച് സംസാരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, ഇതെവിടാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ചേർത്തലയാണ്, അങ്ങനെയാണ് എന്നോട് പറഞ്ഞത്. പിന്നെ എന്നോട് യൂട്യൂബിനകത്ത് ജോസഫ് അച്ഛൻ്റെ ധ്യാനങ്ങൾ, സാക്ഷ്യങ്ങൾ ഇതെല്ലാം എനിക്ക് അയച്ചു തരാൻ തുടങ്ങി. പിന്നെ ആ ചേച്ചി തന്നെ എനിക്കൊരു നീല മെഴുകുതിരി തന്നു. ഇതൊക്കെ നടക്കുന്നത് 2022 അന്ന് എനിക്ക് ആ ഒരു മെഴുകുതിരി തന്നു. പ്രത്യക്ഷീകരണ പ്രാർത്ഥന എനിക്ക് ഫോണിൽ അയച്ചു തന്നു. അന്ന് മുതൽ ഞാൻ 5:30 ആകുമ്പോൾ എണീറ്റിരുന്ന് പ്രാർത്ഥന തുടങ്ങി. മെഴുകുതിരി കത്തിച്ച് വെച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥന മുടങ്ങാതെ ചൊല്ലിക്കൊണ്ടിരുന്നു. ഒപ്പം കുടുംബത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ട് ഒരുപാട് മനസമാധാനം ഇല്ലാത്ത ദിവസങ്ങളായിരുന്നു. അപ്പോൾ അങ്ങനെ ആ പ്രാർത്ഥനയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. 1 വർഷം ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ പുറകെ നടന്നു. ഉടമ്പടി എടുക്കണം, എനിക്ക് കൃപാസനത്തിൽ പോകണം, ഉടമ്പടി എടുക്കണം. അപ്പോൾ ഈ ചേർത്തലയാണെന്ന് പറയുന്നത് കൊണ്ട് ലോങ് ആണ്. അപ്പോൾ പിന്നെ ആകട്ടെ തന്നെയല്ല, വീട്ടിലെ സാഹചര്യം അനുസരിച്ച് ഉടമ്പടി എടുത്താൽ എനിക്കത് പാലിക്കാൻ പറ്റില്ല. അതുപോലെ ഒരു കണ്ടീഷനായിരുന്നു എൻ്റെ വീട്ടിൽ. അതുകൊണ്ട് എങ്ങനെയോ അത് നീണ്ട് പ്രാർത്ഥനയൊക്കെയായി മുന്നോട്ട് പോയി. 2023 ഉടമ്പടി എടുക്കാൻ അമ്മ അനുവദിച്ച സമയം 2023 ജൂലൈ 10 ആയിരുന്നു. അന്ന് രാവിലെ ഞാനും ഹസ്ബൻഡും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഒരുപാട് ജീവിത സാഹചര്യങ്ങൾ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു എനിക്ക്. അതെല്ലാം ഇവിടെ നിയോഗങ്ങളായിട്ട് വെച്ചു. എനിക്ക് അമ്മ ആദ്യം തന്നത് എന്നെ അലട്ടിക്കൊണ്ടിരുന്ന കുറേ രോഗസൗഖ്യങ്ങളാണ്. ഞാൻ ഒരു 14 വർഷമായിട്ട് ഞാനൊരു ബ്ലീഡിങ് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതായത് ഒരു പീരീഡ്സ് കഴിഞ്ഞാൽ, റെഗുലറായിട്ട് പീരീഡ് ആവും, പീരീഡ്സ് കഴിഞ്ഞാൽ
ഒരു 14-ാമത്തെ ദിവസം മുതൽ വീണ്ടും ബ്ലീഡിംഗ് ആണ്. വീണ്ടും ബ്ലീഡിങ് വന്നാൽ നെക്സ്റ്റ് ടൈം പീരീഡ്സ് വരെ അത് നീണ്ടു നിൽക്കും. അപ്പോൾ അത് കുറേ നാളുകളായി, വിവാഹം കഴിഞ്ഞ് ഒരു 5-6 മാസം കഴിഞ്ഞപ്പോൾ തുടങ്ങിയതാണ്. അപ്പോൾ അതിന് ഞാൻ ഹോമിയോയിൽ ട്രീറ്റ്മെൻറ്റ് എടുത്തു. കുറേ നാൾ അതിൻ്റെ പുറകെ പോയി, ഒരു രക്ഷയില്ല. അലോപ്പതിയിൽ ട്രീറ്റ്മെൻറ്റ് എടുത്തു, സ്കാനിങ് പറഞ്ഞു, ഹോർമോൺ ടെസ്റ്റുകൾ ചെയ്തു, അങ്ങനെ ഒരുപാട് ടെസ്റ്റുകൾ പറഞ്ഞു, അതെല്ലാം ചെയ്തു. അതും ശരിയാവണില്ല. പിന്നെ വേദന സഹിക്കാം, ഇതും കൊണ്ട് ബുദ്ധിമുട്ടാവുമെന്നല്ലാതെ ഒരു മാറ്റവും ഉണ്ടായില്ല. പിന്നീട് ആയുർവേദത്തിൽ പോയി. ആയുർവേദത്തിൽ ചെന്നപ്പോൾ വീണ്ടും സ്കാനിങ്, യൂട്രസിന് കട്ടി കുറവാണ്, അതുകൊണ്ടാണ്, ഹോർമോൺ വേരിയേഷൻ ഉണ്ട്, അതുകൊണ്ടാണ്, ഇതിനെല്ലാം ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇതിനെല്ലാം ഞാൻ മരുന്നുകൾ കഴിച്ചുകൊണ്ടിരുന്നതല്ലാതെ ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല. മരുന്ന് കഴിക്കുമ്പോൾ പോലും ഒരു വ്യത്യാസവും അനുഭവപ്പെട്ടിരുന്നില്ല. പിന്നീട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഞാൻ പക്ഷേ നിയോഗമൊന്നും വെച്ചിട്ടില്ലായിരുന്നു കേട്ടോ. ഇത് ഒരു സത്യം പറഞ്ഞാൽ ഞാൻ മറന്നുപോയി ഈ നിയോഗം. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു. കാലാവസ്ഥയൊക്കെ ഭയങ്കര മഴ, ഒന്നും ഭയങ്കര പാട്. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ ഇവിടെ വന്നു കഴിയുമ്പോൾ ഏതാണെന്നൊന്നും എനിക്കറിയില്ല, എല്ലാം എനിക്ക് ആരെങ്കിലും കൊണ്ട് എന്നോടൊന്ന് പറഞ്ഞു തരണം എന്ന് പറഞ്ഞ് ഇവിടെ വന്നു. ഇവിടെ നിന്ന് അമ്മയെ കണ്ട് പ്രാർത്ഥിച്ച് ഉടമ്പടിയുടെ കാര്യങ്ങൾ ഇവിടെ ഒരു സിസ്റ്ററിനോട് ചോദിച്ചു, കാര്യങ്ങളെല്ലാം ചെയ്ത് ഉടമ്പടി എടുത്തു. തിരിച്ച് ഞാൻ വീട്ടിൽ പോയി. പക്ഷേ ഞാൻ അന്നേരം ഒന്നും ഞാൻ ശ്രദ്ധിച്ചില്ല. പിന്നീട് ഓരോ മാസങ്ങൾ കഴിയുന്തോറും ഈ കാര്യം ഞാൻ അങ്ങ് വിട്ടുപോയി. പിന്നെ എന്നാണോ ഞാൻ ഉടമ്പടി എടുത്തത്, 10/7/2023 ഉടമ്പടി എടുത്ത അന്ന് മുതൽ ഈ നിമിഷം വരെ എനിക്ക് ആ ബ്ലീഡിങ്ങിൻ്റെ പ്രോബ്ലം ഉണ്ടായിട്ടില്ല. അത് എൻ്റെ അമ്മ മാതാവ് ഈശോയോട് മാധ്യസ്ഥം അപേക്ഷിച്ച് എനിക്ക് നൽകിയ വലിയൊരു അനുഗ്രഹമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു ഫംഗ്ഷന് പോകാൻ പറ്റാതെ, ഞാനൊരു ഹിന്ദു വിശ്വാസിയായിരുന്നു. അപ്പോൾ ഒരു അമ്പലങ്ങളിൽ ഒരു കാര്യങ്ങൾക്ക് വീട്ടിൽ ഒരു വിളക്ക് കത്തിക്കാൻ പോലും പറ്റില്ല. അപ്പോൾ അതിൻ്റെ പേരിൽ തന്നെ ഇഷ്യൂസ് ഒരുപാടുണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി പ്രോബ്ലംസ് അതിൻ്റെ പേരിൽ ഞാൻ അനുഭവിച്ചിട്ടുള്ളതാണ്. അങ്ങനെ ആ ഒരു സൗഖ്യം എനിക്ക് ഏറ്റവും വലിയൊരു സൗഖ്യമാണ് അത് അമ്മ എനിക്ക് തന്നത്. അതിനൊരായിരം നന്ദി അമ്മയോടും ഈശോപ്പയോടും ഞാൻ പറയുകയാണ്. അതുപോലെ ശ്വാസമുട്ടലുണ്ടായിരുന്നു എനിക്ക്. ഒരു ജോലി ചെയ്യാൻ പറ്റില്ല, ഒരു മിറ്റം തൂക്കാൻ പറ്റില്ല, ഒരു പൊടി അടിക്കാനോ ഒന്നും എനിക്ക് പറ്റില്ല. ഒരു തണുപ്പായിട്ടുള്ള ഒരു കാലാവസ്ഥ. എൻ്റെ വീട് സത്യം പറഞ്ഞാൽ എൻ്റെ വീട് പീരുമേടാണ്. പക്ഷേ ആ ഒരു സ്ഥലത്ത് പോയാൽ പോലും എനിക്ക് തുമ്മലും ജലദോഷവും വിട്ടൊഴിയാറില്ല. അതുപോലെ എപ്പോഴും അലർജിയാണ്. വിവാഹം കഴിഞ്ഞ് ഇവിടെ വന്നതിന് ശേഷം വർഷം ഇത്രയായിട്ടും എനിക്ക് ശ്വാസമുട്ടൽ മാറിയിരുന്നില്ല. ഓരോ മാസവും ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട്. ഓരോ മാസവും ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഒരു ജോലി ചെയ്ത് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം ഉറങ്ങാതെ എണീറ്റിരുന്ന് ഇങ്ങനെ വലിവൊക്കെ ഉള്ളവരൊക്കെ ശ്വാസം എടുക്കണ പോലെ ശ്വാസം എടുക്കാറുണ്ട്. അപ്പോഴേ ഹസ്ബൻഡ് എന്നെ പിറ്റേ ദിവസം രാവിലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. അല്ലെങ്കിൽ ഓഫീസിലായിരിക്കും, ഞാൻ ഹസ്ബൻഡിനെ വിളിച്ച് പറയും, അദ്ദേഹം ഓടി വന്ന് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ ആദ്യം അവർ വെയിൻ ഇഞ്ചക്ഷൻ എടുക്കും. അതിനുശേഷം ആവി പിടിപ്പിക്കും. ഒരാഴ്ചത്തെ ആൻറ്റിബയോട്ടിക് തരും. ആ ആൻറ്റിബയോട്ടിക് കഴിക്കുന്ന സമയത്ത് മാത്രം കുറയും. ആൻറ്റിബയോട്ടിക് കഴിയുന്ന സമയത്താണ് ഞാൻ ജോലികളെല്ലാം ചെയ്യുന്നത്. കാരണം മരുന്നുണ്ടല്ലോ, അപ്പോൾ അത്ര പെട്ടെന്നൊന്നും ശ്വാസമുട്ടൽ ഉണ്ടാവില്ല എന്നുള്ളൊരു വിശ്വാസം. ആ മരുന്ന് കഴിയുമ്പോൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. പിന്നീട് എല്ലാ മാസവും ഇത് തുടരെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു ശ്വാസമുട്ടൽ. പിന്നെ അവർ ഡോക്ടേഴ്സ് പിന്നെ പറഞ്ഞു റെഗുലറായിട്ട് അലർജിയുടെ ടാബ്ലറ്റ് എടുക്കണം, മരുന്നെടുക്കണം. കുറേ ആൻറ്റിബയോട്ടിക്കൊക്കെ എടുത്തു, ഒരു മാറ്റവും ഉണ്ടായില്ല. അവസാനം ഞാൻ ഉടമ്പടിയിൽ അതും നിയോഗം വെച്ചിരുന്നില്ല. പക്ഷേ എനിക്ക് അതിൽ പിന്നെ ഞാൻ ഓരോ മാസവും മുടങ്ങാതെ എന്തോ അമ്പലത്തിലും പള്ളിയിലും ഒക്കെ പോകുന്നത് പോലെ ഓരോ മാസവും മുടങ്ങാതെ ഹോസ്പിറ്റലിൽ പോകും. അവർ പിന്നെ അവസാനം എനിക്ക് മാസ്ക് തന്നു വിട്ടു ഹോസ്പിറ്റലിൽ നിന്ന്. എപ്പോൾ ശ്വാസം മുട്ടൽ വന്നാലും ഇത് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഇത് മേടിക്കണമല്ലോ, അപ്പോൾ അതിന് ക്യാഷ് കൊടുത്ത് മേടിക്കണം. അപ്പോൾ അവസാനം ഒരു ഡോക്ടേഴ്സ് പറഞ്ഞു ഇത് കൊണ്ടുപോയിക്കോ, എന്നിട്ട് ശ്വാസം മുട്ടൽ വരുന്ന സമയത്ത് ഈ മാസ്കും കൊണ്ട് വേണം ഇങ്ങോട്ട് വരാനായിട്ട്, അല്ല ഇതിന് 100-250 രൂപ ചിലവാകത്തില്ല
കാണത്തില്ലേ, എല്ലാ മാസവും ഇങ്ങനെ വാങ്ങിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വരെ എനിക്ക് ബുദ്ധിമുട്ടായി തുടങ്ങി. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം ഇന്ന് വരെ ഞാൻ ശ്വാസമുട്ടലിൻ്റെ പേരിൽ ഹോസ്പിറ്റലിൽ പോയിട്ടില്ല. ഒരു മരുന്ന് പോലും ഞാൻ ഇന്ന് വരെ കഴിച്ചിട്ടില്ല. അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ എനിക്ക് ശ്വാസമുട്ടലിൻ്റെ മരുന്നുകൾ ഞാൻ പാക്കറ്റായിട്ട് വാങ്ങിച്ചു വെച്ചിരിക്കുമായിരുന്നു. എപ്പോഴാണോ ഇത് വരുന്നത്, അല്ലെങ്കിൽ ജോലിയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ രാത്രി കിടക്കുന്നതിന് മുമ്പ് ഒരു ധൈര്യത്തിന് ഞാൻ ഈ മരുന്ന് നേരത്തെ അങ്ങ് കഴിക്കും, കിടന്നുറങ്ങാനുള്ള കൊതി കൊണ്ട്. അല്ലെങ്കിൽ ഉറക്കമില്ല, എണീറ്റിരുന്ന് ഇങ്ങനെ ശ്വാസം എടുക്കുകയാണ്, ഒരു ജീവന് വേണ്ടിയിട്ട് ശ്വാസം എടുക്കുന്നത് പോലെ ശ്വാസം എടുക്കാറാണ് പതിവ്. അതും എൻ്റെ അമ്മ മാതാവും ഈ ഷോപ്പയും എനിക്ക് സൗഖ്യമാക്കി തന്നു. 1000 നന്ദി പറയുകയാണ്. പിന്നെ ഇവിടെ വന്നതിന് ശേഷം ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി പോയതിന് ശേഷം എനിക്ക് ഒരുപാട് എൻ്റെ മനസ്സമാധാനം എന്തെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. ഓരോരോ ദിവസങ്ങളും ഓരോ പ്രശ്നങ്ങൾ, ഞാൻ അറിയാത്ത കാര്യങ്ങൾക്ക്, ചെയ്യാത്ത കാര്യങ്ങൾക്ക്, മനസ്സിൽ ചിന്തിക്കാത്ത കാര്യങ്ങൾക്ക് വേറെ കുറ്റങ്ങൾ എല്ലാം കേട്ട് ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു ഞാൻ. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് ആരും എൻ്റെ സങ്കടങ്ങളൊന്നും പറയാൻ ആരും ഇല്ലാത്ത പോലെയായിരുന്നു.